അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആട്ടുപാലത്തിൽ കയറാത്തവർ ആരും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ചിലവർക്ക് നല്ല ധൈര്യമായിരിക്കും അതിൽ കൂടെ നടക്കാനൊക്കെ, ചിലർ ഭയങ്കരമായിട്ട് പേടിച്ചൊക്കെ നടക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് ചൊക്കന എന്ന് പറയുന്നൊരു സ്പോട്ടിലേക്കാണ്. അപ്പോൾ ഈ റൂട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പോകുന്ന വഴിയിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ ആട്ടുപാലങ്ങൾ കാണാൻ പറ്റും. അപ്പം അതിൽ ചിലതിൽ നമുക്ക് കയറാനും പെർമിഷൻ ഉണ്ട്, പക്ഷേ ചിലതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ വെട്ട സ്ഥലങ്ങളായതുകൊണ്ട് അങ്ങനെ കയറാനൊന്നും നമുക്ക് പറ്റില്ല. ഈ ചൊക്കന എന്ന് പറയുന്ന സ്പോട്ടിലേക്ക് എത്തിവിടാൻ മെയിനായിട്ട് 2 റൂട്ടുകളാണുള്ളത്. ഈ തൃശ്ശൂർ സൈഡിൽ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ ആമ്പല്ലൂർ ചിമ്മിനി ഡാം റൂട്ടിൽ കയറിയിട്ട് പാലപ്പള്ളി എന്ന് പറയുന്നൊരു സെൻറ്റർ ഉണ്ട്. അതെത്തിനേക്കാളും തൊട്ട് മുമ്പായിട്ടൊരു റബ്ബർ ഫാക്ടറി ഒക്കെ ഉണ്ട്. അവിടെ നിന്ന് റൈറ്റ് എടുത്താൽ നമുക്ക് ഈ ചൊക്കന എന്ന് പറയുന്ന സ്പോട്ടിലേക്ക് എത്താൻ പറ്റും. ഈ രണ്ടാമത്തെ റൂട്ട് എന്നൊക്കെ പറയുന്നത് ഈ എറണാകുളം സൈഡിൽ നിന്നൊക്കെ വരുവാണെങ്കിൽ ഈ കൊടകര വെള്ളിക്കുളങ്ങര റൂട്ടിൽ കയറിയിട്ട് വെള്ളിക്കുളങ്ങരയിൽ നിന്ന് ചൊക്കനയ്ക്ക് ഒരു കട്ടിങ് ഉണ്ട്. അപ്പോൾ ആ വഴി നമുക്ക് ഇങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റും. അപ്പോൾ അധികം പറഞ്ഞ് ലാഗ് അടിപ്പിക്കണില്ല, നേരെ നമുക്ക് ചൊക്കനയ്ക്ക് വിടാം. അപ്പോൾ പാലപ്പള്ളി സെൻറ്റർ എത്തനേക്കാളും തൊട്ട് മുമ്പായിട്ട് ഇങ്ങനെ ഒരു ബോർഡ് കാണാൻ പറ്റും. ചൊക്കനയ്ക്ക് 11 കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ളത് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന 3 കൂടിയ ജംഗ്ഷനിൽ നിന്നാണ് നമുക്ക് റൈറ്റ് എടുത്ത് ചൊക്കനയ്ക്ക് പോകാനുള്ളത്. അപ്പോൾ ആ ജംഗ്ഷനിൽ നിന്ന് ഒരു 500 മീറ്ററൊക്കെ പോകുന്ന കഴിയുമ്പോഴാണ് ഈ റൂട്ടിലെ ആദ്യത്തെ ആട്ടുപാലം ഉള്ളത്. ഈ വഴി നേരെ പോയി ചെന്നെത്തണത് അങ്ങോട്ടാണ് കേട്ടോ. നിങ്ങൾ ആ ലെഫ്റ്റ് സൈഡിൽ കണ്ട ബോർഡ് ശ്രദ്ധിച്ചോന്നറിയില്ല, 907 ജാർ എന്ന് പറഞ്ഞിട്ട് വെറൈറ്റി പേരല്ലേ. അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോയ്ക്ക് തന്ന സപ്പോർട്ടിന് എല്ലാവരോടും നന്ദി. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണാം. തൃശ്ശൂരിലെ മുനിയാട്ടുകുന്ന് എന്ന് പറഞ്ഞൊരു സ്പോട്ടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തത്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെ കൂടുതൽ ട്രാവൽ വീഡിയോസ് താല്പര്യമുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊക്കെ പണ്ട് കാലത്തെ നിർമ്മിതികളാണ് കേട്ടോ. തോട്ടം തൊഴിലാളികൾക്കും അതുപോലെ നടത്തിപ്പുകാർക്കും ഒരു തോട്ടത്തിൽ നിന്ന് ആ തോട്ടത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇവിടുത്തെ ഗ്രാമവാസികൾക്ക് യാത്രാ സൗകര്യത്തിനും വേണ്ടിയിട്ടാണിത് മെയിനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. പഴയ പാലമായതുകൊണ്ട് തന്നെ ബലക്ഷയമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഒരേ സമയം 3 പേരിൽ കൂടുതൽ ആളുകൾ കയറാൻ പാടില്ല എന്നൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ സന്ദർശകർ അതനുസരിച്ച് കയറാൻ ശ്രമിക്കുക. കയറുമ്പോഴും ഇറങ്ങുമ്പോഴൊക്കെ നോക്കി നടക്കുക. ഇതുപോലെ പലകകളൊക്കെ ഇളകി കിടക്കുന്നുണ്ട്. അപ്പോൾ കാലൊക്കെ ഇടയിൽ പെട്ട് കഴിഞ്ഞാൽ കാലൊടിയാനും ചിന്നാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. കഴിഞ്ഞ വീഡിയോയിലെ പോലെ ഇതൊരു സോളോ ട്രിപ്പ് അല്ല. എൻ്റെ കൂടെ 2 ഫ്രണ്ട്സ് ഉണ്ട്. ഇത് ജിഷോൺ, അത് നിഷോൺ. പേര് കേട്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ബ്രദേഴ്സാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും, പക്ഷേ ബ്രദേഴ്സ് അല്ല. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇവനാണ് എൻ്റെ തേരാളി. പടക്കുതിരയാണ്, പടക്കുതിര. ഈ കാണുന്നത് നമുക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടുന്നതിനേക്കാളും മുമ്പ് ബ്രിട്ടീഷുകാർ പണിതീർത്തൊരു പാലാണ്. 1921 ഏപ്രിലാണ് ഇത് പണി തീർത്തേക്കണത്. കഷ്ടിച്ചൊരു ബസ്സൊക്കെ പോകാൻ പാകത്തിനുള്ള വീതിയുള്ളൂ പാലത്തിന്. അപ്പോൾ 2 സൈഡിൽ നിന്ന് വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ പണിയാണ്. അറ്റ് എ ടൈം ഒരു വണ്ടിയെ പോകാൻ പറ്റുള്ളൂ. പാലം പണി കഴിപ്പിച്ച ആൾക്കാരുടെ പേരുകളാണെന്ന് തോന്നണു എഴുതി വെച്ചേക്കണത്. അപ്പോൾ ആ പാലൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ പോരുമ്പോൾ 2 സൈഡും വീടുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ആളുകൾ തിങ്ങിക്കൂടി പറക്കുന്ന ഒരു ഏരിയ കാണാം. ചെറിയൊരു ചാറ്റൽ മഴ ഇതുപോലെ റെയിൻ കോട്ടൊക്കെ ഇട്ട് ബൈക്കുമ്പോൾ പോകുമ്പോഴൊരു വൈബ് ഉണ്ടല്ലോ എൻ്റെ പൊന്നെ. ഈ ഒരു വ്യൂ എങ്ങനെയുണ്ട്? പഴയ ബ്രിട്ടീഷുകാരൊക്കെ പണിതൊരു വീടോ അതോ കോട്ട ഹൗസോ എന്തൊക്കെയാണ്, പക്ഷെ നല്ല രസമില്ലേ കാണാൻ. നിങ്ങൾ ആദ്യമായിട്ട് ഈ റൂട്ട് വരുന്നവരാണെങ്കിൽ ഏറ്റവും കൂടുതൽ ത്രില്ലടിപ്പിക്കുന്നത് ഈ ഒരു വ്യൂ ആയിരിക്കും. പെട്ടെന്ന് നമ്മൾ ഊട്ടിയിലേക്കൊക്കെ എത്തിപ്പെട്ടൊരു ഫീലായിരിക്കും നമുക്ക് ഇത് കാണുമ്പോൾ കിട്ടുക. ഇത് ബസ് റൂട്ടാണ്, പക്ഷെ അത് ചൊക്കന വരെ ഒന്നും പോകാൻ ചാൻസ് ഇല്ല.
ഇങ്ങോട്ടൊരു വഴി കണ്ടപ്പോൾ ചുമ്മാ വണ്ടി ഒതുക്കിയൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു പുഴയ്ക്കാണിത് പോണത്. ഒരു വലിയ മരമൊക്കെ കടപുഴകി കിടക്കുന്നുണ്ട് കേട്ടോ അപ്പുറത്ത്. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ബണ്ട് ഉണ്ടായിരുന്നു, എനിക്ക് തന്നെ വെള്ളം കൂടി പൊലിച്ചു പോയതാന്ന് തോന്നുന്നു. അപ്പുറത്തെ എസ്റ്റേറ്റിക്കൊക്കെ വണ്ടികളൊക്കെ പോകാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചതായിരിക്കാം. തൊട്ടപ്പുറത്തൊരു തൂക്കുപാലം കൂടി ഉണ്ട്, നമുക്ക് അതും കൂടി ഒന്ന് കണ്ടിട്ട് വരാം. ഇത് നമുക്ക് കയറാൻ പറ്റില്ല കേട്ടാ, അന്യർക്ക് പ്രവേശനമില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു തോട്ടം തൊഴിലാളികൾക്കും എസ്റ്റേറ്റ് സൂപ്പർവൈസർമാർക്കൊക്കെ കയറാൻ വേണ്ടിയിട്ടായിരിക്കാം ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ബോർഡ് കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്ത് ഷോ ഓഫ് കാണിച്ച് കയറാതിരിക്കുന്നതാണ് നല്ലത്. അപ്പം അധികം നമ്മളിവിടെ നിന്നിട്ട് സമയം കളയുന്നില്ല, അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇതും എസ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ബിൽഡിങ്ങുകൾ, അതുപോലെ തന്നെ ചെറിയൊരു ഡിസ്പെൻസറി ഒക്കെ ഉള്ളൊരു ചെറിയൊരു ഏരിയ ഉണ്ടാ. ചുറ്റും മരങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് ഇവിടെ കാണാൻ. ഈ റൂട്ട് അത്യാവശ്യം നല്ല രസമാണ് കേട്ടോ കാണാൻ. രണ്ട് സൈഡ് മരങ്ങളും പച്ചപ്പൊക്കെ ആയിട്ട് നല്ല വൈബാണ്. പക്ഷേ റോഡാണ് മോശം, ആകെ പൊട്ടിപ്പൊളിഞ്ഞൊക്കെയാണ് കിടക്കുന്നത്. ഓഫ് റോഡൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ അതിന് പറ്റിയ വണ്ടി ഹിമാലയൻ അതുപോലെ തന്നെ എക്സ്പൾസ് ഒക്കെ കൊണ്ടുവരാണെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ നൈസ് വഴിയുണ്ട. അടുത്ത് നമ്മളെത്തിക്കുന്നത് ഇങ്ങനെ ഒരു 3 കൂടി ഒരു കവലയ്ക്കാണ്. ഇവിടെ ഒരു ചെറിയൊരു ചായക്കട കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അത് ഇപ്പം തുറന്നിട്ടില്ല. ഇത് തോന്നുന്നു ഈവനിങ് സമയത്തൊക്കെ ആയിരിക്കും തുറക്കാൻ തോന്നുന്നു. അപ്പോൾ ഇവിടുന്ന് റൈറ്റാണ് നമുക്ക് പോകേണ്ടത്, ചൊക്കനേക്ക് വെള്ളിക്കുളങ്ങര കോടാലി റൂട്ട് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ പെട്ടെന്ന് ആ ബോർഡ് കണ്ടപ്പോൾ മലമ്പനിന്ന് വായിച്ചിട്ടില്ലേ? അതെ, ഞാൻ പെട്ടെന്ന് വണ്ടി കൊണ്ട് നിർത്തിയിട്ട് നോക്കിയപ്പോൾ പെട്ടെന്ന് അങ്ങനെയാണ് വായിച്ചത്. ഇവിടെ ഉണ്ട് കേട്ടോ ഒരു പാലം, ഉരുക്കിൻ്റെ മറ്റേ ബീം കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയേക്കണത്. പക്ഷേ കൈവരി അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ കുട്ടികളായിട്ട് വരുന്നവരൊക്കെ പിള്ളേരെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളത്തിലൊക്കെ വീണാൻ അപകടം ഉണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട്. ഈ ഒരു വ്യൂ എങ്ങനെയുണ്ട്? പക്ഷേ ഈ വ്യൂ കുറച്ച് നാളത്തേക്ക് ഉണ്ടാവുള്ളൂ. ഈ റബ്ബർ കാര്യങ്ങളൊക്കെ വളർന്നു കഴിഞ്ഞാൽ ഒരു ഭംഗി പോവും. ഇനി കുറച്ച് നേരം നമുക്ക് ഈ റോഡൊന്ന് എക്സ്പ്ലോർ ചെയ്താലോ? അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ചൊക്കന എന്ന് പറയുന്ന സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ഫുട്ബോൾ ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എസ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ബിൽഡിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ റൂട്ട് എന്ന് പറയുന്നതാണ് വെള്ളിക്കുളങ്ങരയിൽ നിന്ന് ചൊക്കനയ്ക്ക് വരുന്ന റൂട്ട്. ഈ റൂട്ട് പോയി കഴിഞ്ഞാൽ കോടാലി അതുപോലെ തന്നെ വെള്ളിക്കുളങ്ങരയ്ക്കൊക്കെ എത്താൻ പറ്റും. കനാലിൻ്റെ മുകളിൽ കൂടെ ഗ്രില്ലൊക്കെ ഇട്ടതിൻ്റെ അപ്പുറത്തോടെയാണ് നമുക്ക് കയറി പോകാനുള്ളത്. അപ്പോൾ കൊച്ചു പിള്ളേരൊക്കെ ആയിട്ട് വരുന്നവരാണെങ്കിൽ ഒന്ന് സൂക്ഷിക്കുക, കാരണം പിള്ളേരെ കാലൊക്കെ പോകാൻ അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അത്രയും കുറച്ച് വിടുത്ത് കൂടിയതാണ് ആ ഗ്രില്ല്. അപ്പോൾ നമ്മൾ തൂക്കുപാലെത്തിയിട്ട ഇവിടെ. പക്ഷേ അങ്ങനെ ഇത്ര പേര് കയറിയാൽ മതി എന്നുള്ള കാര്യങ്ങളൊന്നും എഴുതി വെച്ചിട്ടില്ല. പക്ഷെ നമ്മുടെ ഒരു കോമൺ സെൻസ് വെച്ചിട്ട് അധികം പേരും കയറാതിരിക്കുന്നതാണ് നല്ലത്. കൂടുതൽ ആളുകൾ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ വെയിറ്റ് താങ്ങാൻ പറ്റാതെ ചിലപ്പോൾ പൊട്ടിയൊക്കെ വീഴാം. അപ്പോൾ അതനുസരിച്ച് 3-4 പേര് മാത്രം കയറിയാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.
പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്, കുഞ്ഞി പിള്ളേരല്ല പ്രശ്നം, അത്യാവശ്യം പ്രായമായവർ തന്നെയാണ്. എൻജോയ്മെൻ്റൊക്കെ നല്ലതാണ്, പക്ഷേ പാലത്തിൽ ഓടുക, അതുപോലെ തന്നെ പാലിട്ട് കുലിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാനിവിടെ കണ്ടു. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊന്നും പ്രോത്സാഹിപ്പിക്കുന്നത് നല്ലതല്ല. അപ്പോൾ പാലം സന്ദർശിക്കാൻ വരുന്നവരൊക്കെ മാക്സിമം അതൊക്കെ ഒഴിവാക്കുക, അതിൻ്റേതായ രീതിയിൽ പെരുമാറാൻ ശ്രമിക്കുക. ഈ പാലത്തിൻ്റെ താഴെയും ഒരു തടയണ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് വെള്ളം കൂടി പൊലിച്ചു പോയതാണെന്ന് തോന്നുന്നു. താഴെ ചാക്കുകൾ കാര്യങ്ങളൊക്കെ കിടക്കണ കാണാം. നല്ല തെളിഞ്ഞ വെള്ളമാണ് എന്ന് കരുതി കുളിക്കാൻ ഇറങ്ങുന്നവരൊക്കെ സൂക്ഷിച്ചിറങ്ങുക. വെള്ളം എപ്പോൾ വേണമെങ്കിലും കൂടാം, അപകടം ഉണ്ടാവാം. അപ്പോൾ അതിനനുസരിച്ചുള്ള മുൻകരുതലുകളൊക്കെ എടുക്കുക. ഈ ചൊക്കന എന്ന് പറയുന്ന ഏരിയ അത്യാവശ്യം ആനയൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ പുലീനെയും കണ്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലായിട്ട്. അപ്പോൾ ഒറ്റയ്ക്കൊക്കെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് സൂക്ഷിക്കുക. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു വഴി കാണാനുണ്ട്, നമുക്ക് അവിടെ എന്താണെന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ വന്നപ്പോൾ കണ്ടൊരു പ്രിൻ്റാണ്, എന്തിൻ്റെയാണെന്ന് കൺഫേം അല്ല. അതിൽ കാട്ടുപന്നി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അടിക്കില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ.